UFO വെറും തള്ളാണെന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയ സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം 5ാമത്തെ ബാച്ച് ഓഫ് UFO ഫയൽസ് ആണ് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമുക്ക് ആദ്യത്തെ ഫുട്ടേജിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് AC-130J എന്ന് പറയുന്ന ഒരു ഗൺ ഷിപ്പ്. അതും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് US മിലിറ്ററി ആണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ എന്തോ ഒരു സംഭവത്തെ ആകാശത്ത് കാണുന്നു. ആ ഒരു സംഭവത്തെ AC-130J എന്ന് പറയുന്ന ഒരു ഗൺഷിപ്പ് ട്രാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഗൺഷിപ്പിന്റെ അകത്ത് കൊണ്ടുവരുന്ന ഒരു ഡിസ്പ്ലേയിലൂടെ ഈ ഒരു സംഭവത്തെ കാണിക്കുന്നു. ആ ഒരു സംഭവം ഈ ഒരു ഗൺഷിപ്പിന്റെ അകത്തുണ്ടായിരുന്ന ഒരു പേഴ്സണല് അദ്ദേഹത്തിന്റെ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതോടൊപ്പം ഇതിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു സംഭവത്തിന് 4 അടിയോളം ഡയാമീറ്റർ ഉണ്ടെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ വീഡിയോസിന്റെ ലിങ്ക് അതേതായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ലിങ്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റിലേറ്റഡ് എന്ന് പറയുന്ന ഒരുപാടധികം വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതായത് ഇതുപോലെ ഇരിക്കുന്ന തന്നെ മറ്റുള്ള UFO വീഡിയോസ് ആണ് ഈ റിലേറ്റഡിന്റെ അടിയിൽ കിടക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാലും ഇതുപോലെ തന്നെ ഇരിക്കുന്ന പറക്കുന്ന കളികളുടെ വിഷ്വൽസ്, അതായത് ഒറിജിനൽ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇത് പറയില്ല എന്ന് പറയുന്നതാണോ അതോ നമ്മളെല്ലാവരും ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണോ എന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വെച്ച് കണ്ട 2 പറക്കുന്നളിയുടെ വീഡിയോ ചെയ്തായിരുന്നു. അതിനുശേഷം 1-2 ആൾക്കാർ എനിക്ക് വീണ്ടും ഒരുപാടധികം ഫുട്ടേജസ് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒരു പെർട്ടിക്കുലർ ഫുട്ടേജ് അത് നിങ്ങൾ കാണേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ സ്വന്തം നാട്ടിലാണ് ഇങ്ങനത്തെ ഒരു ഫുട്ടേജ് എടുത്തിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്കത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഫുട്ടേജിലേക്ക് പോകാം. അടുത്ത ഫുട്ടേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ സ്റ്റാർ മാപ്പിന്റെ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തിന്റെ അടുത്തായി. ഈ ഒരു സമയം കൊണ്ട് ഒരുപാടധികം ആൾക്കാരാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എല്ലാവരും തന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റാർ മാപ്പും അയക്കുന്നത്. ഇത് നമുക്ക് ഇട്ടിരിക്കുന്ന 2 ഓർഡറാണ്. അപ്പോൾ ഇത്രയും പ്രൊട്ടക്റ്റഡ് ഇത്ര സേഫ് ആയിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും പാക്ക് ചെയ്ത് ഇങ്ങനെ വിടുന്നത്. അതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഈ പാക്കിങ്ങിനെ പറ്റിയിട്ടാണ് സംശയം പറയുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള ഒരു പാക്കിങ്ങിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ഈ പാക്കിംഗ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഒരുപാടധികം ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സേഫ്റ്റിയുടെ കാര്യം ഓർത്തിട്ട്, അതായത് ഈ ഒരു സംഭവം പൊട്ടിപ്പോകുന്നോ അങ്ങനത്തെ ഒരു സംഭവം ഓർത്തിട്ട് നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട. ഇത് അത്ര അധികം സേഫ് ആയിട്ടാണ് നമ്മളിങ്ങനെ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ലോകത്തിലെ 1 of 1 എന്ന് പറയുന്ന രീതിയിൽ തകവുള്ള ഒരു സ്റ്റാർ മാപ്പ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് അടുത്ത ഫുട്ടേജിലേക്ക് പോകാം. ഇത് നടക്കുന്നത് 2025 ജാനുവരിയിൽ വെച്ചിട്ടാണ്. ഒരു US മിലിറ്ററി ഇൻസ്റ്റലേഷനിൽ വെച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു നക്ഷത്രത്തിന്റെ ഷേപ്പായിട്ടാണ് നമുക്ക് ഇതിനെ കണ്ടാൽ തോന്നുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർ ഷേപ്പ് UFO എന്നൊക്കെയാണ് ഇവർ വിളിക്കുന്നത്. ഇതേപോലെ തന്നെ 1-2 വിഷ്വൽസ് ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തെ വെറും ഒരു ഒപ്റ്റിക്കൽ ഫ്ലെയർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും അവർ ഇതേപോലെ തന്നെ ഫുട്ടേജസ് പുതിയതായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇത് ഫ്ലെയർ ഒന്നല്ല, ഇത് വേറെ എന്തൊരു സംഭവമാണ്. അതോടൊപ്പം ആദ്യത്തെ ബാച്ച് ഓഫ് UFO ഫയൽസ് റിലീസ് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഒരു ഒബ്സർവേഷൻ ആയിട്ട് ഇത് മിക്കവാറും ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ജസ്റ്റ് ഞങ്ങളുടെയൊക്കെ ഒരു കാൽക്കുലേഷൻസ് മാത്രമാണ്. ഇത് ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഒരു ഒപ്റ്റിക്കൽ ഫ്ലെയർ ആണെന്നുണ്ടെങ്കിലും എന്തായാലും ഇത് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കും. അവർ സ്വയം മണ്ടന്മാരാവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനിത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. ഈ ലോകത്തിലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് ഗൗരവം എന്തോരം ഉണ്ടെന്നുള്ളത് ആലോചിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് നടന്നിരിക്കുന്നത് യെല്ലോ സീ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് പോലെ ഇത് ഒരു ഇൻഫ്രാറെഡ് ഫുട്ടേജ് ആണ്. അതായത് താപനിലയുടെ വ്യത്യാസം അനുസരിച്ചാണ് ഈ ഒരു വിഷ്വൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുട്ടേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 2019 ജാനുവരി പസഫിക് ഓഷനിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ്. ഏകദേശം 1 മിനിറ്റും 5 സെക്കൻഡുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം. ഇവർ പറയുന്നത് ഈ ഒരു സംഭവം വളരെയധികം വേഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ താപനില, അതിന്റെ ടെമ്പറേച്ചർ വളരെയധികം തണുത്തിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻഫ്രാറെഡ് ഫുട്ടേജിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് കറുത്ത കളറിലാണ് ഇരിക്കുന്നത്.
കറുത്ത കളറിന്റെ അർത്ഥം അതിന് ടെമ്പറേച്ചർ വളരെയധികം കുറവാണെന്നുള്ളതാണ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഫ്ലൈറ്റ് പാത്ത് ഇൻകൺസിസ്റ്റന്റ് വിത്ത് സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾക്ക് അറിയാവുന്ന ഒരു ശാസ്ത്രം ഉപയോഗിച്ച് പറക്കുന്ന ഒരു സംഭവത്തിന്റെ ആ ഒരു ഫ്ലൈറ്റ് പാത്തില്ല, അത് പോകുന്ന ഒരു രീതിയില്ലേ, അതുമായിട്ട് വളരെയധികം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം പോകുന്നത്. അതിന്റെ അർത്ഥം ഇതെങ്ങനെയാണ് പറക്കുന്നത് എന്നുള്ളതോ ഇതെന്താണ് സംഭവം എന്നുള്ളതോ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ലോകത്തിലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓർഗനൈസേഷന്റെ റിപ്പോർട്ടാണ്. ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ എപ്പോൾ പറഞ്ഞാലും ഒരാളെങ്കിലും ഈ ഒരു സംഭവത്തിനെ പറ്റി കമന്റ് ചെയ്യാറുണ്ട്, ഇത് ചുമ്മാ വെതർ ബലൂൺ ആയിരിക്കും അല്ലെങ്കിൽ പാർട്ടി ബലൂൺ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സംഭവത്തിന്റെ അകത്ത് വന്ന് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇവർക്ക് സ്വയം മണ്ടന്മാരാവുന്നത് പോലെയല്ലേ. ചിലപ്പോ ഒരു സാധ്യതയുണ്ട്, അതായത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ആയിരിക്കാം. പക്ഷെ അവിടെ വേറൊരു ചോദ്യമുണ്ട്. ഇതൊരു ഇൻഫ്രാറെഡ് ക്യാമറയിൽ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ പറ്റും. അതായത് തണുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതും ഈ ഒരു സംഭവം വേഗത്തിലാണ് യാത്രയും ചെയ്യുന്നത്. ഈ രണ്ട് സാധനവും നമുക്ക് ഒരുമിച്ച് ഒരിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ഇത്രയും വേഗതയിലൂടെ ആകാശത്തൂടെ പറക്കാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും തണുത്തിരിക്കരുത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്കൽ ലോജിക് അനുസരിച്ച് ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഇതെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൺക്ലൂഷൻ. അടുത്ത ഫുട്ടേജ് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു US മിലിറ്ററി പേഴ്സണൽ അദ്ദേഹത്തിന്റെ സ്വന്തം കൈവശമുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പറക്കുന്നവരുടെ വീഡിയോ എടുത്തേക്കുന്നതാണ് ശരിക്കും അടുത്തൊരു ഫുട്ടേജ് എന്ന് പറയുന്നത്. ഏകദേശം 2 മിനിറ്റ് 33 സെക്കൻഡുമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫുട്ടേജിന്റെ ദൈർഘ്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പറക്കും തെളികളെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് റെഡ് കളറിലുള്ള ഒരു ലൈറ്റ് ആണ് ഇങ്ങനെ ആകാശത്ത് പറന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് രാത്രി സമയത്തായതുകൊണ്ട് തന്നെ ഒരുപാടധികം നോയ്സ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് അതിന്റെ ചുറ്റുപാട് നോക്കുക. ഒരുമാതിരി ഒരു 1990s വീഡിയോ ഗെയിം പോലെ ആയിരിക്കും ശരിക്കും നിങ്ങൾ ഇത് കണ്ടാൽ തോന്നുക. ഈ വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് അത് തന്നെയാണ് ഇങ്ങനെ വന്നത്. അതായത് ഇവരുടെ കയ്യിൽ നല്ല ഒരു ഡിവൈസ് ഇല്ലാണ്ടായി പോയല്ലോ എന്നാണ് എന്റെ മനസ്സിലേക്ക് വന്ന ഒരേ ഒരു ചോദ്യം. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ സ്വന്തം കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് ഒരുപാടധികം പറക്കുന്നവരുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഇതിനേലും ക്വാളിറ്റി വൈസ് എത്രയോ ബെറ്റർ ആണെന്നറിയോ. പക്ഷെ എടുത്ത വേറെ കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഈ ഒരു വ്യക്തിനെ നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. കാരണം ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫോണിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറിയ ക്യാമറ ഉപയോഗിച്ച് ഇദ്ദേഹം മാക്സിമം സൂം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാടധികം ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ഷേക്കിങ്ങും ഈ ഒരു UFOനെ ഫ്രെയിമിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഇദ്ദേഹം ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ഒരു കാര്യമെല്ലാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഫുട്ടേജ് എടുത്തിരിക്കുന്നത് 2019 അതായത് കോവിഡ് സമയത്താണ്. എന്തൊക്കെ തന്നെയായാലും ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കാം, എന്തുകൊണ്ട് ഒരു മൊബൈൽ ഫോണിന്റെ മാക്സിമം സൂമിൽ ഇത്ര അധികം വൃത്തികെട്ട ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കൈവശമുള്ള ഒരു സ്മാർട്ട് ഫോൺ, അത് ഏറ്റവും കൂടിയ ഫോണാണെന്നുണ്ടെങ്കിലും പോട്ടെ, ആ ഒരു ഫോൺ എടുത്തിട്ട് ചന്ദ്രൻ അതായത് മൂണിന്റെ ഫോട്ടോ നിങ്ങളൊന്ന് എടുക്കാൻ നോക്കുക. അത് മാക്സിമം ഡിജിറ്റൽ സൂം ചെയ്യുക, അതായത് ഇങ്ങനെ പിൻ ചെയ്ത് മാക്സിമം ഒന്ന് സൂം ചെയ്തിട്ട് ആ മൂണിന്റെ ഫോട്ടോ ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ ദൂരെ കാണുന്ന ഒരു നക്ഷത്രത്തിന്റെ ഒരു പ്ലാനറ്റിന്റെ ഫോട്ടോ നിങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ എന്താണ് ഇവിടുത്തെ കുഴപ്പം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഫോണിന്റെ ക്യാമറ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറിയൊരു സെൻസറാണ്. അതിന് പിടിക്കാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫുട്ടേജസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പല വീഡിയോസിലൂടെയും പറയുന്നതാണ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഫുട്ടേജിലേക്ക് പോകാം. 2025 ജാനുവരി മിഡിൽ ഈസ്റ്റ് വെച്ച് എടുത്ത ഒരു വീഡിയോയുടെ നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാടധികം ബിൽഡിങ്സ് ഒക്കെ നമുക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിനെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം ഏകദേശം 1 മിനിറ്റ് 40 സെക്കൻഡാണ്. പക്ഷെ അത് മതി. അതിൻ്റെ അകത്ത് ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബൂഗാസ്ഫിയർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവത്തെ പറ്റി ഒരുപാടധികം ചർച്ചകളും ഒരുപാടധികം വാർത്തകളൊക്കെ നമ്മുടെ ലോകം മുഴുവനും നിറഞ്ഞാണ്. പക്ഷേ ആ ഒരു സംഭവം മെക്സിക്കോയിൽ പണ്ട് ഏലിന്റെ മമ്മീനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ. അത് പിന്നീട് ഡീബങ്ക് ചെയ്യപ്പെട്ട ഒരു കേസും കൂടിയാണ്.
അപ്പോൾ അവർ തന്നെയാണ് ബൂഗാസ്ഫിയർ പിന്നെ പൊക്കിക്കൊണ്ടുവരുന്നത്. ആദ്യത്തെ അവരുടെ ഈ ഒരു അറ്റംപ്റ്റ് പാളിപ്പോയത് കൊണ്ട് തന്നെ രണ്ടാമതും ഈ ഒരു ബൂഗാസ്ഫിയർ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ അധികം ആൾക്കാരും ഈ ഒരു സംഭവത്തെ വിശ്വസിച്ചില്ല. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ബൂഗാസ്ഫിയറുമായിട്ട് വളരെയധികം സാദൃശ്യം തോന്നിക്കുന്ന ഒരു രൂപമാണ് ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നത്. അതും കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഒരു ചിറകോ പ്രൊപ്പൾഷൻ സിസ്റ്റമോ ഒരു ഫാനോ അങ്ങനത്തെ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു പെർഫെക്റ്റ്ലി റൗണ്ട് ആയിട്ടുള്ള, അതായത് ബൂഗാസ്ഫിയർ പോലെ ഇരിക്കുന്ന ഒരു സാധനം, അത് എയറിലൂടെ എങ്ങനെയോ പറക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾക്കറിയാവുന്ന ഒരു ടെക്നോളജി ഉണ്ടല്ലോ, അതായത് നമ്മൾക്കറിയാവുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്തരം ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റിന് ഇത്ര സ്മൂത്ത് ആയിട്ടും, അത് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് സ്ട്രെയിറ്റ് മാത്രമല്ല പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതാണ് നമുക്ക് സത്യം പറയാൻ മനസ്സിലാവാത്തത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഫുട്ടേജിലേക്ക് പോവാം. എന്നാൽ അടുത്ത ഫുട്ടേജ് നിങ്ങൾ കാണേണ്ട ഒരു ഫുട്ടേജാണ്. ഈ ഒരു സംഭവം നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഇത് ചിലപ്പോൾ ഒരു ബലൂണായിട്ടൊക്കെ തോന്നിക്കാം, പക്ഷെ ഇതൊരു ബലൂൺ അല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി. ഇതെന്താണെന്നുള്ളത് എനിക്കോ ഇവർക്കോ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു സംഭവത്തിന് എങ്ങനെയാണ് ഇത്ര അധികം ലാഘവത്തോടെ യാതൊരു തെർമൽ സിഗ്നേച്ചറും ഇല്ലാണ്ട് പറക്കാൻ കഴിയുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഒരു മൈക്കിനെ എനിക്ക് എയറിൽ ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് വിചാരിക്കാം. അതായത് യാതൊരു രീതിയിലുള്ള തെർമൽ, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ജെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറത്തി നിർത്താൻ പറ്റുന്നു നിങ്ങൾ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും? ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ഒരു സംഭവം, അത് എത്ര ഫീസിബിൾ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്ന ഗുഡ്സും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതെല്ലാം എത്ര അധികം സിമ്പിൾ ആവും എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ്, ആ ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. അതേ സ്ഥാനത്ത് തന്നെ ഇതേപോലുള്ള വീഡിയോസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് യാതൊരു കോഴ്സിലും ഇല്ലാണ്ട് നമ്മുടെ ശാസ്ത്രത്തെ എല്ലാം ഇങ്ങനെ 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 തട്ടിക്കളയുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഫുട്ടേജസ് ഒക്കെ നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മളൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അതല്ലേ ശരിക്കും പറഞ്ഞ മോശം. ഇതെന്താ കാര്യം എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം ഒരു വാസ്തവം തന്നെയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ടെക്നോളജിയാണ്. ഇത് എന്താണെന്നുള്ളത് നമ്മൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ഇതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. അതായത് ഇതേപോലുള്ള ഒരു വിമാനം, അതായത് ഒരു US മിലിറ്ററി ഇൻസ്റ്റലേഷൻ, ഒരു കപ്പലിന്റെ വീഡിയോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്തോ ഒരു പറക്കുനളിയ പോലത്തെ ഒരു സംഭവം ഈ ക്യാമറയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയത്. പിന്നെ ഈ ഒരു സംഭവം ആ ഒരു സംഭവത്തിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഈ ഒരു വീഡിയോ. ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഒരു സംഭവത്തെ നമ്മളിങ്ങനെ കാണും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും, പക്ഷെ ആദ്യം നമ്മളത് മൈൻഡ് ചെയ്യില്ല. പിന്നീടാണ് ഇത് ആ സാധനമായിരുന്നു വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ നോക്കുന്നു. അതേ ഒരു ഹ്യൂമൻ റിഫ്ലെക്സ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 7 വീഡിയോസ് ആണ്. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. സംഭവം എന്താ വെച്ചാൽ, ഈ UFO എന്ന് പറയുന്ന ഒരു സംഭവം അത് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സംഭവം ഉണ്ട്, അതിൽ പ്രത്യേകിച്ച് വേറെ സംശയങ്ങളൊന്നുമില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, UFO എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തുണ്ട്. അവർക്ക് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള നോളജ് ഇല്ല. അതായത് അമേരിക്കൻ ഗവൺമെന്റ് ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു സംഭവത്തെ, ഈ ഒരു വിഷയത്തെ എടുക്കുന്നുണ്ടെന്നുള്ളതോ, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാടധികം വീഡിയോസും ഫയൽസൊക്കെ പുറത്തേക്ക് വിട്ട കാര്യം പോലും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ലോകത്തെടുക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അറിവുണ്ട്, പക്ഷെ ഇതിനെ പറ്റിയിട്ട് ആർക്കും ഒരു അറിയില്ല എന്നല്ല, പണ്ട് മുതലേ ഇതൊക്കെ വെറുതെയാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ആൾക്കാരെ പറഞ്ഞാൽ മതി. ഞാൻ ശരിക്കും UFOയുടെ പിരമിഡ്സിന്റെയോ ദൈവത്തിന്റെയോ പുറകെയല്ല, പകരം ഇവരുടെ ആ ഒരു എഞ്ചിനീയറിംഗ് സൈഡാണ് ഞാൻ മിക്കപ്പോഴും ആലോചിക്കാറ്. പിരമിഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് വൈസ് ആലോചിക്കുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. UFOയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ് സൈഡും വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിൽ ഉണ്ട് താനും. അപ്പോൾ
നമ്മുടെ കൺമുന്നിലുള്ള ഒരു സംഭവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് അവർ ഇതൊക്കെ വെറുതെ ആണെന്ന് ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ഞാൻ അത് എന്താണെന്ന് ചോദിക്കും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് ശരിയായിട്ടുള്ള മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക.